ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുഞ്ഞു റിവ്യൂ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു പടത്തിന് കുഞ്ഞു റിവ്യൂ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. കാരണം അത്രയും നെഗറ്റീവായിട്ടാണ് ഈ പടത്തിനെ ആൾക്കാർ, പിന്നെ പുറത്തുള്ള കുറച്ച് റിവ്യൂവേഴ്സ് കൂടുതലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് നല്ലപോലെ വർക്കാവുന്ന ഒരു പടമാണിത്. നമ്മളെ പിന്നെ അർജുന അശോകനും പിന്നെ വിശാഖൊക്കെ അഭിനയിച്ച ചത്ത പച്ച പടം അടിപൊളി പടമാണ്, നൈസ് പടമാണ്. ഒരു റെസ്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പണ്ട് പിന്നെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ കവുങ്ങിൻ തോട്ടത്തിലൊക്കെ അതിൻ്റെ ഈ കവുങ്ങിൻ്റെ പട്ടയും മടലും ഒക്കെ അടുക്കി വെച്ചിട്ട് പിന്നെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ നല്ല പോലെ സംഗതി പടം വർക്കായി. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഇതിൻ്റെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, പിന്നെ ഫൈറ്റിംഗ് ആയിക്കോട്ടെ, ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത്രയും സൂപ്പർ, ഒന്നും പറയല്ല. ഇതിൻ്റെ ബാക്കിൽ ആ ഫൈറ്റിന് വേണ്ടി തന്നെ ഇവർ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും അടിപൊളിയാണ്. ഒരു ഇഞ്ച് പോലും ബോറടിപ്പിക്കാതെ, ഒരു ഇഞ്ച് പോലും നമ്മളെ പിന്നെ ഒരു ക്രിഞ്ചാണെന്നോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു സംഗതിയോ തോന്നാത്ത രീതിയിലുള്ള അത്രയും രസമായിട്ട് അവർ ആ സംഗതി ചെയ്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. ഫൈറ്റൊക്കെ ഒരു പക്ക റെസലിങ് കണ്ട് പിന്നെ ഇരിക്കുന്ന അതേ മൂഡിൽ നമുക്ക് ആ പടം കാണാൻ പറ്റും. പിന്നെ ഇതിലെ കഥ എന്താണോ അല്ലെങ്കിൽ ഭയങ്കര പിന്നെ ഇതിൽ വലിയ കഥ ഉണ്ടോ, അത് അങ്ങനത്തെ എന്താ പറയാ, ഒരു വെട്ടി മുറിച്ചിട്ടുള്ളൊരു നോക്കിക്കാണലുണ്ടല്ലോ ഒരു പടത്തിന്. ഇതിൽ കഥ ഇല്ല, പിന്നെ എന്തോ ലോജിക്കില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ച് പോയി കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പടം വല്ല വർക്കായിക്കോണമെന്നില്ല. എന്താ പറയാ, ഒരു ഗുസ്തിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെക്കന്മാർ കൂടി അതൊരു റെസ്ലിംഗ് ആക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പടത്തിൽ പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ കൊച്ചി മട്ടാഞ്ചേരി നടക്കുന്ന ഒരു ഒരു ഗുസ്തി പരിപാടി, അവിടെ ഇഷ്ടപ്പെടുന്ന ഒരു ഗുസ്തി പരിപാടി അത് അടിപൊളിയായിട്ട് റെസ്ലിംഗ് ആക്കി മാറ്റി ഒരു കുറച്ചും കൂടി പുതുമയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് ഈ ഒരു പടത്തിന്റെ ഇരുപത്തെന്ന് പറയുന്നത്. അത് നൈസായിട്ട് എല്ലാവരും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് പടം. നെഗറ്റീവ് ഒന്നും അധികം പറയാൻ മാത്രമല്ല, ഒരു ലാഭമില്ല, ഒരു ബോറടിയില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ആ BGM ഒക്കെ ശരിക്കും നമ്മളെ പിടിച്ച് കുലിക്കുന്ന അത്രയും ഉഷാറായിട്ടുള്ള BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ രണ്ടാമതൊരു നെഗറ്റീവ് പറയുന്നത് മമ്മൂട്ടി വന്ന കുറച്ച് ഭാഗങ്ങളാണ്. മമ്മൂട്ടിനെ കൊണ്ടുവന്ന് ഭയങ്കര മോശമാക്കിപ്പോയി, ഭയങ്കര ബോറാക്കിപ്പോയി. പിന്നെ മമ്മൂട്ടി വന്നപ്പോൾ പടം ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്നൊക്കെ പറയണ കുറേ റിവ്യൂ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, അപ്പോൾ ഈ പടത്തിന് പോണതിന് മുന്നേ മമ്മൂട്ടി വന്നിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ ഈ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷെ അതൊന്നല്ല. ഒരു നൈസായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്, കസേര വെച്ചിട്ടുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്, ചെറിയ ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നൈസ് പരിപാടിയാണ്. ഞാൻ ഇത് മമ്മൂട്ടിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ഇരുന്നിട്ട് ഓരോ ആംഗ്യങ്ങൾ കാണിട്ട് നമ്മളതാണല്ലോ പുറത്തേക്ക് ഓരോ ആ വീഡിയോ കാണുന്ന സിനിമയുടെ ഓരോ വീഡിയോയിൽ എഡിറ്റ് ചെയ്താണ്ട് പിക്ചറാക്കി വിടുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയി കണ്ടത്. അത്രയും മോശമാണോ, മമ്മൂട്ടിനെ അങ്ങനെ മോശമാക്കി കളഞ്ഞോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പടം പോയി. പക്ഷേ ആ പടം കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു താളത്തിൽ തന്നെയാണ് ഈ സംഗതി പോണത്. മമ്മൂട്ടി ഒരിക്കലും ഒരു മോശമാക്കിയിട്ട് ആ പടം എനിക്ക് ഫീൽ ചെയ്തില്ല. സത്യം പറഞ്ഞ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ബോറും എനിക്ക് തോന്നിയില്ല. പിന്നെ ചില ആൾക്കാർ ഈ റിവ്യൂ കണ്ടിട്ട് ഈ പടം കാണാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമ്മളെ തലച്ചോറ് വേറെ ആൾക്ക് ഫിറ്റ് ചെയ്താണ്ട് ഓൻ്റെ മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്കത് നടപടിയാവാത്തത്. നമുക്ക് തലച്ചോറുണ്ട്, നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ പടം പോയി കണ്ടിട്ട് ബോറാണെങ്കിൽ ബോറാണെന്ന് പറയാം. അല്ലാതെ ഈ റിവ്യൂ പറയുന്ന ആൾക്കാരെ മൈൻഡ് സെറ്റും വെച്ചിട്ട് ഓല് പറഞ്ഞു, പിന്നെ ഓലെ മൈൻഡ് സെറ്റിലാണ് കാര്യങ്ങൾ കാണുന്നത്. പിന്നെ ഓൽക്ക് എന്ത് തോന്നിയോ, ഓലെ കണ്ണിലും ഓലെ ചിന്തയിലും എന്ത് തോന്നിയോ അതാണ് നമ്മളോട് പറയണത്. നമ്മളും അതേ ഏറ്റെടുത്താണ്ട് അത് ഓല് പറഞ്ഞു, റിവ്യൂവേഴ്സ് മോശമായിട്ടാണ് പറയണത്, അതുകൊണ്ട് പോണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളും
നമ്മൾ ചിന്തിക്കണ ഓരോ മൈൻഡ് സെറ്റിലാണ്. അപ്പൊ നമ്മളെ ചിന്താഗതിക്ക് എന്ത് വിലയുള്ളത്? നമ്മൾ പോയിട്ട് കാണണം. നമ്മളെ മൈൻഡ്, നമുക്ക് മൈൻഡ് ഉണ്ടല്ലോ, നമ്മളെ മെമ്മറി, നമ്മളെ തലച്ചോറ് വെച്ചിട്ട് നമ്മൾ പോയി കണ്ടിട്ട് അതിനെ വിലയിരുത്തുക എന്നല്ലാതെ വേറെ ആള് പറഞ്ഞുകൊണ്ട് പിന്നെ അത് മോശമായി പോയി. പലർക്കും പല വിഷയനായിരിക്കും. അത് നമ്മൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് ആവില്ല. നമുക്ക് ആ പടം ഇഷ്ടപ്പെടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ റിവ്യൂ ഒക്കെ പോയി കണ്ടിട്ട് ഇതേമാതിരി ബോറായിരിക്കും എന്നൊക്കെ ഇത് കണ്ടതാണ്. പക്ഷെ സംഗതി അടിപൊളിയാണ്. കാരണം നമ്മൾ ഇതേപോലെ കളിച്ച് വളർന്നൊരു കാലഘട്ടം ഉണ്ട് പക്ഷെ അത് ശരിക്കും നൈസായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു കുറച്ച് ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമാണ്. ആരും മിസ്സാക്കരുത്. തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണം. ഇത് OTT ഇറങ്ങുമ്പോൾ എന്തായാലും ഇന്റർനാഷണൽ ചർച്ച ആവാൻ പോകുന്നൊരു പടമാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത് പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. പിന്നെ മമ്മൂട്ടി ഒന്നും ഒരിക്കലും മോശമാക്കിയിട്ടൊന്നുമില്ല, ബോറാക്കിയിട്ടുമില്ല. പിന്നെ നല്ല ആ ഡയലോഗൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. ഒന്നും മോശമല്ല, ഒന്നും ബോറൊന്നുമില്ല. അത് വെറുതെ പറഞ്ഞ ആൾക്കാർ ഈ അടിച്ചിറക്കണതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ്, നിങ്ങൾ പോയി ആ ഫ്ലോവിൽ ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ആ സംഗതി മനസ്സിലാവുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. എടുക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. ഒരു മോശമല്ല പടം, അടിപൊളിയാണ്.